ഹലോ 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 ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ കേൾക്കാമോ കേൾക്കാമോ? യെസ്, നമ്മൾ ഇന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്, ഈ ലൈവ് കഴിഞ്ഞാൽ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഓക്കെ നമ്മളെ മിഷൻ 99% അല്ലെങ്കിൽ 99 days എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഇതിന്റെ എല്ലാ ഇൻഫർമേഷനും വരുന്നത്. അപ്പൊ ഇത് ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരു DPP അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള ഒരു പ്രോബ്ലം ഷീറ്റ് വരുന്നുണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലം ഷീറ്റിൽ ഒരു 10-35 ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ചെയ്ത് നോക്കണം. അത് നിങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആപ്പിൽ കയറി നോക്കിയാൽ അതിന്റെ സൊല്യൂഷൻസ്, റെക്കോർഡഡ് സൊല്യൂഷൻസ്, അത് ഉടനെ എടുത്ത് നോക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിന്റെ സൊല്യൂഷൻസ് നോക്കാൻ പാടുള്ളൂ. കുറച്ച് നേരം അത് വെച്ച് ട്രൈ ചെയ്യണം. ആ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം കേട്ടോ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ശരി. അപ്പൊ നമ്മള് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഈ ലൈവ് ക്ലാസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു മോട്ടിവേഷൻ, ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ്, തുടക്കത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ ചെയ്തു തരാം. എന്റെ കൂടെ നിങ്ങളത് ചെയ്യുക. ഓഫ് കോഴ്സ് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ എക്സ്ട്രാ എന്തിലുണ്ട്, നമ്മുടെ DPP ഉണ്ടാവും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ എന്തിൽ കയറും, ആപ്പിൽ കയറുകയും ചെയ്യും. ഓൾറൈറ്റ്, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് കോംപ്ലക്സ് നമ്പറിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വരും. പിന്നെ കോംപ്ലക്സ് നമ്പറിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ടോപ്പിക്കുമായിട്ട് കമ്പൈൻ ചെയ്ത് വരാം. ഫോർ എക്സാമ്പിൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് വരാവുന്ന സംഭവമാണ്. അപ്പോൾ NCERT എടുത്ത് നോക്കുകയാണെങ്കിൽ NCERT സിലബസ് വളരെ തുച്ഛമുള്ളൂ. കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ ചെറിയ ചവറ് സാധനങ്ങളേ ഉള്ളൂ അതിൽ. ഓക്കെ, പക്ഷെ ആക്ച്വൽ കോംപ്ലക്സ് നമ്പറിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, ആൾജിബ്രയും ജിയോമെട്രിയും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് കോംപ്ലക്സ് നമ്പർ സത്യം പറഞ്ഞാൽ വളരെ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. JEE മെയിനിൽ ചോദിക്കുന്ന ചോദ്യങ്ങള് സാധാരണഗതിയിൽ 2019 വരെയൊക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു കോംപ്ലക്സ് നമ്പറിൽ വന്നിരുന്നത്. ഇപ്പൊ കുറച്ച് ടഫായിട്ടുണ്ട്. അത് എല്ലാ ചാപ്റ്ററും ടഫായ കൂട്ടത്തില് കോംപ്ലക്സ് നമ്പർ ടഫായതാണ്. പക്ഷെ അഡ്വാൻസ് എടുക്കുവാണെങ്കിൽ കോംപ്ലക്സ് നമ്പറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടഫ് ചോദ്യങ്ങളൊക്കെ സാധാരണ വരിക. ടഫ് ഇൻ ദ സെൻസ് കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അല്ലാണ്ട് ഒരുപാട് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമല്ല, നന്നായിട്ട് ചിന്തിച്ച് ചെയ്യാനുള്ള ചോദ്യങ്ങളായിരിക്കും ഇതുണ്ടാവുക. അപ്പൊ എല്ലാവരുടെ അടുത്തും ഒരു തവണ കൂടി പറയാണ്, നമ്മളെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടുന്നത് Xylem JEEnius കമ്മ്യൂണിറ്റിയാണ്. ഇറ്റ്സ് എ ടെലഗ്രാം ചാനൽ. സോ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് എന്തായാലും നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യാം. ഇതിലെല്ലാ അപ്ഡേറ്റ്സും, മുന്നേ നടന്ന ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും, മുന്നേ നടന്ന DPPയും കാര്യങ്ങളും എല്ലാം അതിലേക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ പ്രോബ്ലംസിലേക്ക് പോകാൻ പോകണം. നമ്മൾ ആദ്യം ഇപ്പൊ ഈ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു മുഴുവൻ പ്രോബ്ലംസിന്റെ ഒരു ക്രോസ് സെക്ഷൻ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ട്രാക്കിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ലൈവ് നടത്തുന്നത്. ലൈവ് എന്ന് പറയുന്ന സാധനം ഒരു എക്സോസ്റ്റീവ് കവറേജ് അല്ല എന്ന് മനസ്സിലാക്കുക. ലൈവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ DPPs ഒക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു മോട്ടിവേഷന് വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കുക. നിങ്ങൾ സ്ക്രീനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ദ വാല്യൂ ഓഫ് ദ സം സിഗ്മ n is equal to 1 to 13 I raised to n plus I raised to n plus 1 where I is equal to square root of minus 1 is equal to. Yes. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. The value of the sum. Yes, the value of the sum sigma n is equal to 1 to 13 I raised to n plus I raised to n plus 1 where I is equal to square root of minus 1 is equal to. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് എല്ലാവരും നോക്കുക, ഒന്ന് സ്വന്തമായിട്ട് ചിന്തിക്കാം. നിങ്ങൾ എന്റെ കൂടെ തന്നെ ചെയ്യാം കേട്ടോ. ഇത് ചെയ്യാനുള്ള സമയം തരാനുള്ള ടൈം നമുക്കിപ്പോ ഇല്ല, ലൈവിലില്ല. ലൈവ് ഓൺലി ഒരു 45 minutes to 1 hour ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ക്ലാസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കാം. മനസ്സിലാക്കാനുള്ള ഒരു 30 seconds തരാം. ദ വാല്യൂ ഓഫ് ദ സം സിഗ്മ n is equal to 1 to 13 I raised to n plus I raised to n plus 1 where I is equal to square root of minus 1 is equal to. മുന്നൊരിക്കൽ IITക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. മുന്നേ IITക്ക് ചോദിച്ച ചോദ്യങ്ങൾ പലതവണ
JEE Mainനും മറ്റ് എൻട്രൻസ് പരീക്ഷകൾക്കൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, ചെയ്ത് പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം I-1 എന്നാണ് ആൻസർ വരിക. ഇപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേടാ. സിഗ്മ n is equal to 1 to 13 I raised to n plus I raised to n plus 1 ആണ് ചോദ്യം. സിഗ്മ n is equal to 1 to 13 I raised to n plus I raised to n plus 1 ആണ് ചോദ്യം. റൈറ്റ്. ഇനി ഇതിൽ നമ്മൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഐയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐയുടെ പവേഴ്സ് എടുത്തു നമ്മൾ. I² -1 I³ എന്ന് പറയുന്നത് -I I പവർ 4 എന്ന് പറയുന്നത് +1 ആണ്. ഓക്കെ, ഇനി ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. I പവർ 5 I പവർ 6 അങ്ങനെ. ഓക്കെ, അപ്പൊ I എന്ന് തുടങ്ങി I² അങ്ങനെ. അടുത്തത് ഇനി എന്താ? I പവർ 5 എന്ന് പറയുന്നത് I ആയിരിക്കും. I പവർ 6 എന്ന് പറയുന്നത് -1 ആയിരിക്കും. I പവർ 7 എന്ന് പറയുന്നത് -I ആയിരിക്കും. I പവർ 8 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിലെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ I പവർ 4k എപ്പോഴും 1 ആയിരിക്കും. I പവർ 4k പ്ലസ് 1 എന്ന് പറയുന്ന സാധനം I ആയിരിക്കും. I പവർ 4k പ്ലസ് 2 എന്ന് പറയുന്നത് I² അഥവാ -1 ആയിരിക്കും. I പവർ 4k പ്ലസ് 3 എന്ന് പറയുന്നത് -I ആയിരിക്കും. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് അറിയണം. ഓഫ് കോഴ്സ് k ഈസ് എനി ഇൻഡിജർ. ഓക്കെ, റൈറ്റ്. അപ്പൊ ഈ സംഭവം അറിയണം, ഐയുടെ പവറുകൾ എങ്ങനെ വേരി ചെയ്യുന്നത് എന്നുള്ളത് അറിയണം. ഇനി ഇതേപോലെ തന്നെ ഐയുടെ പവറുകൾ വേരി ചെയ്യുന്നത് അറിയണം. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഐയുടെ 4 കോൺസിക്യൂട്ടീവ് പവേഴ്സ് നമ്മൾ എടുക്കാം. 4 കോൺസിക്യൂട്ടീവ് പവേഴ്സ് എടുത്ത് ആഡ് ചെയ്താൽ എവിടെ നിന്ന് തുടങ്ങിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. 4 കോൺസിക്യൂട്ടീവ് പവേഴ്സ്, ഫോർ എക്സാമ്പിൾ I raised to 2021 പ്ലസ് I raised to 2022 പ്ലസ് I raised to 2023 പ്ലസ് I raised to 2024, ഇത് നമ്മൾ എടുത്താൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, 4 കോൺസിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് I എടുത്താൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് യു നീഡ് ടു നോ അബൌട്ട് ദ പവേഴ്സ് ഓഫ് I. അപ്പൊ പവേഴ്സ് ഓഫ് ഐയിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഐയുടെ പവറുകൾ 4k പ്ലസ് 1 4k പ്ലസ് 2 4k പ്ലസ് 3 ആകുമ്പോൾ എന്താ വേരിയേഷൻ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കണം. അത് സൈക്ലിക്കലി റിപ്പീറ്റ് ചെയ്യുന്ന വരുന്നുണ്ട്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് വിത്ത് എനി പവർ 4 കോൺസിക്യൂട്ടീവ് പവേഴ്സ്, 4 കോൺസിക്യൂട്ടീവ് ഇൻഡിജർ പവേഴ്സ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഇൻഡിജർ പവേഴ്സ് ഓഫ് I എടുത്തിട്ട് നമ്മൾ സമ്മ ചെയ്താൽ the answer is going to be 0. Okay, so let's look at this question now. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സിഗ്മ n is equal to 1 to 13 I raised to n പ്ലസ് I raised to n plus 1 എന്ന് കിട്ടും. റൈറ്റ്. ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകണം? ആദ്യം ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് സമ്മേഷൻ, സോ യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ സമ്മേഷൻ. ഓക്കെ, സോ സിഗ്മ n is equal to 1 to 13 I raised to n plus sigma n is equal to 1 to 13 I raised to n plus 1. So ഇവിടെ what I have done is I have just distributed the summation sigma sign, summation sign. Okay, now if you look at this term, this represents the 13 consecutive powers of I starting with I power 1. Okay, I power 1, I power 2 up to I power 13. So this represents 13, the sum of 13 consecutive powers of I. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 4 consecutive powers of I will add up to 0. So in this case, if you take 12 consecutive powers, 4 consecutive integer powers എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. So I raised to 1 മുതൽ I raised to 12 വരെയുള്ളത് you can സമ്മ് എന്തായിട്ട് എഴുതാം? 0 ആയിട്ട് എഴുതാം. സോ I raised to 13 മാത്രമേ ഞാൻ ബാക്കി എഴുതുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്തായി പോയി? 0 ആയി പോയി. I raised to 1 മുതൽ I raised to 13 വരെയാണ് ആദ്യത്തെ സമ്മേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിലും I raised to 1 മുതൽ I raised to 12 വരെയുള്ളത് എന്താണ്? 12 കോൺസിക്യൂട്ടീവ് ഇൻഡിജർ പവേഴ്സ് ഓഫ് I ആണ്. സോ ദാറ്റ് ബിക്കംസ് I raised to 13 മാത്രമായി മാറി, കാരണം ആദ്യത്തെ 12 0 ആയിപ്പോയി. അടുത്തതിൽ എന്താ ഉണ്ടാവുക? I raised to 2 മുതൽ I raised to 14 വരെ പോകുന്നത് അഗൈൻ 13 ഉണ്ട്. അതിൽ ആദ്യത്തെ 12 സം എടുത്താൽ 0 ആയി പോകും. സോ I raised to 14 and I raised to 13 is I. Okay, I raised to 14 is -1. Okay, I raised to 14 is -1. So I -1 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ പണ്ട് ഒരിക്കലും IITക്ക് ചോദിച്ച ചോദ്യമാണ്,
It's a very good question. I mean, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് വരാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും പണ്ടൊരിക്കൽ IITക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പണ്ട് കാലത്ത് IITക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനുകളെ ബേസ് ചെയ്തിട്ടും അത് മോഡിഫൈ ചെയ്തിട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് JEE Main വരുന്നുണ്ട്. ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n ഫോർ വിച്ച് 1 plus i divided by 1 minus i whole raised to n is equal to 1 is. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പ്രഷൻ തന്നിരിക്കുവാണ് 1 plus i divided by 1 minus i whole raised to n is equal to 1, and you have to find the smallest positive integer value of n satisfying the given condition. എന്ത് ചെയ്യും? അപ്പോൾ ആദ്യം 1 plus i by 1 minus i നെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഓൾറെഡി കോംപ്ലക്സ് നമ്പേഴ്സ് വിവരമുള്ളവർക്കൊക്കെ മനസ്സിലായി എന്താ, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെ മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. പക്ഷെ അതല്ലാതെ വേറൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം, അതല്ലാതെ വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് ചെയ്ത് നോക്കിയവർക്ക് S4 ഉത്തരം പറയുന്നവരുണ്ട്. S4 ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. പക്ഷെ ഇത് ചെയ്യാനുള്ള വേറൊരു വഴി എന്ന് പറഞ്ഞാൽ നോക്കിക്കേടാ, ഈ 1 plus i by 1 minus i whole raised to n അല്ലേ നമ്മൾ 1 എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ 1 plus i divided by 1 minus i സിംപ്ലിഫൈ ചെയ്യാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞേ. ഈ 1 ഉണ്ടല്ലോ, ഈ 1നെ നൈസ് ആയിട്ട് ഞാൻ i raised to 4 എന്ന് എഴുതി. ഓക്കെ, 1നെ നൈസ് ആയിട്ട് i raised to 4 എന്ന് എഴുതി. അതേപോലെ താഴെയുള്ള മൈനസ് ഐനെ ഞാൻ പ്ലസ് i ക്യൂബ് എന്ന് എഴുതി. ഇപ്പൊ എന്താ സംഭവിച്ചത് നോക്കിയടാ, ഇപ്പൊ എന്താ സംഭവിച്ചത് ന്യൂമറേറ്ററിൽ നിന്ന് ഞാൻ i പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ i raised to 3 plus 1 divided by 1 plus i raised to 3 ആയി മാറി. 1 plus i raised to 3 ക്യാൻസൽ ആയിപ്പോയി. ദിസ് ബിക്കംസ് i. ഓക്കെ, i എന്ന് പെട്ടെന്ന് കിട്ടും. മൈൻഡിൽ ചെയ്യാവുന്ന കാൽക്കുലേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. 1നെ I have just manipulated 1 as i raised to 4 and denominator minus i can be written as i cube. So I raised to 4 plus I divided by 1 plus I cube. So when you take I out as a common factor from the numerator, the denominator term gets cancelled with the exact same term in the numerator, which is 1 plus I cube. So 1 plus I cube and 1 plus I cube gets cancelled. So the answer is I. Now you have I raised to n is equal to 1, and you very well know that I raised to n is equal to 1 is satisfied for all multiples of 4. When n is any integer multiple of 4, okay, the answer will be 1. Okay, so ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? You have to find the smallest positive integer value of n, and which is 4. 4 is the right answer. Smallest positive integer value of I എന്താ പറയാ, n ആണ് ചോദിച്ചിരിക്കുന്നത്. The answer is 4. Right, 4 is the right answer. Let's move on to the next question. So next question, the recent ആയിട്ട് ചോദിച്ച ചോദ്യം 2019 ചോദിച്ച ചോദ്യമാണ്. If alpha and beta be the roots of the equation x square minus 2x plus 2 is equal to 0, then the least value of n for which alpha by beta whole raised to n is equal to 1 is. നമ്മൾ ആക്ച്വലി തൊട്ടു മുന്നേ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്, but they have just made it a little bit artificial by combining it with another concept which is like quadratic equation ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവർ ക്വസ്റ്റ്യൻ ഒന്നും കൂടി മൊഞ്ചു വരുത്തിയിരിക്കുകയാണ്. That's all what they have done, but this is a fairly easy question. So question കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? You have a quadratic equation. Yes, we have a quadratic equation, and then the question talks about two roots of the quadratic equation which are alpha and beta, and you have alpha by beta whole raised to n is equal to 1. ഇത് ആക്ച്വലി തൊട്ടു മുന്നത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യനിൽ അവരെന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എത്രയോ കൊല്ലം മുമ്പ് IITക്ക് ചോദിച്ച 40 കൊല്ലം മുമ്പ് IITക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത് ചെയ്തത്, മോഡിഫൈ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് റിയലൈസ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ ചെയ്ത് നോക്കിയവർക്ക് again 4 ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, so when you see this quadratic equation, when you have this quadratic equation x square minus 2x plus 2 is equal to 0. See, പല രീതിയിൽ you can solve this quadratic equation. There are multiple ways to solve this quadratic equation. You can use the quadratic formula, you can use a factorization, you have completion of square. But ഈ ക്വസ്റ്റ്യനിൽ ആദ്യം മൈൻഡിലേക്ക് വരുന്ന completion of square, കാരണം this is a familiar term. x square minus 2x plus 1 എന്ന് പറയുന്നത് x minus 1 whole square. This is a familiar expression, so you should think of writing it as x minus 1 whole square plus 1 is equal to 0. So you have x minus 1 whole square is equal to minus 1, and when you take square root, your x minus 1 is equal to plus or minus I. അത് മറക്കരുത്,
നമ്മള് രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓവർ -1, പക്ഷെ ഇവിടെ സ്ക്വയർ റൂട്ടുകൾ എടുക്കുകയാണ്, രണ്ടെണ്ണം ഉണ്ട്, അത് പ്ലസ് ഓർ മൈനസ് ഐ ആണ്. സോ യുവർ എക്സ് വാല്യൂസ് ആർ 1 പ്ലസ് ഓർ മൈനസ് ഐ. എന്ന് പറഞ്ഞാല് ദി ആൽഫ ആൻഡ് ബീറ്റ വാല്യൂസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആർ 1 പ്ലസ് ഐ ആൻഡ് 1 മൈനസ് ഐ. 1 പ്ലസ് ഐയും 1 മൈനസ് ഐയും ആണ്. ഒന്ന് 1 പ്ലസ് ഐ ആണെങ്കിൽ മറ്റേത് എന്താണ്, ഓട്ടോമാറ്റിക്കലി 1 മൈനസ് ഐ ആണ്. സോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആൽഫ ബൈ ബീറ്റ റേഷ്യോ ഉണ്ടല്ലോ, ആൽഫ ബൈ ബീറ്റ റേഷ്യോ ഈസ് നത്തിങ് ബട്ട് എന്താണ്, ഇറ്റ്സ് 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഓർ 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. ആൻഡ് വി ഹാവ് ജസ്റ്റ് സീൻ ദാറ്റ് 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ഇസ് നത്തിങ് ബട്ട് ഐ. ഓക്കെ, നമ്മളിത് ഓൾറെഡി കണ്ടു. സോ ദിസ് ഇസ് ഐ ഓർ, ആൻഡ് this is going to be the reciprocal of i. ഇത് reciprocal അല്ലേ? See, 1 plus i by 1 minus i യുടെ reciprocal ആണ് 1 minus i by 1 plus i. And one word about reciprocal of i. Reciprocal of i മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമാണ്. Reciprocal of i എന്ന് പറഞ്ഞ സാധനം ശ്രദ്ധിക്കണേ, ഇത് ഓർക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ 1 i raised to 4 അല്ലേടാ, i raised to 4 by i ആണ്. അപ്പൊ reciprocal of i is actually i cube. I cube is nothing but minus i. Okay, i cube is nothing but minus i. I cube is nothing but minus i. മറക്കണ്ട. അപ്പൊ ദിസ് ഇസ് മൈനസ് ഐ. ഓക്കെ, ഇനി ഐയോ മൈനസ് ഐയോ ആയിക്കോട്ടെ, നമ്മൾ അതിനെ ഏത് പവർ എടുത്താലാണ് 1 കിട്ടുക? അഗൈൻ മൾട്ടിപ്പിൾസ് ഓഫ് 4 വരണം, മൾട്ടിപ്പിൾസ് ഓഫ് 4 വരണം, ഇന്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് 4 വരണം, റൈറ്റ്? അപ്പോ നമുക്ക് മനസ്സിലായി ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ മാച്ചിങ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ടു മുന്നേ കണ്ട IIT ക്വസ്റ്റ്യന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ആൻസർ കിട്ടി നമുക്ക്. Right, let's move on to the next question. Question നന്നായിട്ടൊന്ന് വായിക്കണം. This question is based on equality of complex numbers. Okay, അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ശ്രദ്ധിക്കണേ. Equality of complex numbers. Equality of complex numbers ശ്രദ്ധിക്കണേ. When you have two complex numbers z1 and z2, and if you say these two complex numbers are equal, ഇത് ഒറ്റ ഇക്വേഷൻ അല്ലേ? പക്ഷെ ഇത് ആക്ച്വലി രണ്ട് ഇക്വേഷനാണ്. എന്താണെന്നറിയോ? വെൻ യു ഇക്വേറ്റ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്, അതിൽ നിന്ന് നമുക്ക് ആക്ച്വലി വാട്ട് യു കൻ ഡു ഇസ് യു കൻ ഇക്വേറ്റ് ദ റിയൽ പാർട്സ് ആൻഡ് ഇക്വേറ്റ് ദ കോംപ്ലക്സ് പാർട്സ്, ഇമാജിനറി പാർട്സ്. റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്താൽ ഒരു ഇക്വേഷൻ കിട്ടും, ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്താൽ വേറൊരു ഇക്വേഷൻ കിട്ടും. സോ ദിസ് ഇസ് ആക്ച്വലി രണ്ട് ഇക്വേഷനാണ്. എന്താ രണ്ട് ഇക്വേഷൻസ്? ഇതിന്റെ റിയൽ പാർട്ട് x1, അപ്പുറത്തെ റിയൽ പാർട്ട് x2, ആൻഡ് അതുപോലെ y1 ഈക്വൽ ടു y2 എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മറക്കണ്ട, a complex equation always corresponds to two real equations. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റിയൽ പാർട്ടുകൾ കമ്പയർ ചെയ്യാം, ഇമാജിനറി പാർട്ടുകൾ കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഇക്വേഷൻ വേറെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാന്ന് വെച്ചാൽ യു കെൻ ജനറേറ്റ് വൺ മോർ ഇക്വേഷൻ ഫ്രം ദാറ്റ് കോംപ്ലക്സ് ഇക്വേഷൻ ബൈ ടേക്കിംഗ് കോൺജുഗേറ്റ്. അത് വേറെ കോണ്ടെക്സ്റ്റിൽ അത് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. ചില കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ റിയൽ പാർട്ടുകൾ കമ്പയർ ചെയ്യുന്നു, ഇമാജിനറി പാർട്ട് കമ്പയർ ചെയ്യുന്നു, രണ്ട് ഇക്വേഷൻസ് കിട്ടുന്നു, അതാണ് നമ്മൾ ചെയ്യുക. വേറെ ചില കോണ്ടെക്സ്റ്റുകളിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ നിന്ന് യു കെൻ ജനറേറ്റ് വൺ മോർ ഇക്വേഷൻ ബൈ ടേക്കിംഗ് കോൺജുഗേറ്റ് ഓഫ് ദി എൻറ്റയർ എക്സ്പ്രഷൻ. ഓൾറൈറ്റ്, സോ ഇൻ ദിസ് കേസ് നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് IY എന്താ, I ഡസന്റ് മാറ്റർ ഡാ. എടാ I എന്താ, രണ്ട് സൈഡിലും I ഉണ്ടെങ്കിൽ I നീ വെട്ടിക്കളഞ്ഞോ, പോരെ? പ്രശ്നമില്ലല്ലോ. I വെട്ടിക്കളഞ്ഞോ, എന്താ പ്രശ്നം? റൈറ്റ്. So ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Let Z belongs to set of all complex numbers with imaginary part of Z is equal to 10 and it satisfies 2Z minus n by 2Z plus n is equal to 2i minus 1 for some natural number n. 2Z minus n by 2Z plus n is equal to 2i minus 1 for some natural number n എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ LHS ഒരു കോംപ്ലക്സ് നമ്പർ, RHS ഒരു കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുക. LHS ഒരു കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുക, RHS ഒരു കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുക. അപ്പൊ ബേസിക്കലി രണ്ട് കോംപ്ലക്സ് നമ്പർ ഇക്വേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് എന്റെ കൂടെ വാച്ച് ചെയ്യാട്ടോ. ഇത് പുസ്തകങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്നത് ആകെ വിരകി മെഴുകി നാശാക്കിയിരിക്കുകയാണ് ഈ പുസ്തകത്തിലൊക്കെ. ഇത് പല ബുക്കുകളിലും ചെയ്തിരിക്കുന്നത് വെച്ചാൽ ചില ബുക്കുകളിൽ ഡിനോമിനേറ്ററിനെ കോൺജുഗേറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു, ചില ആളുകൾ ഈ സാധനത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, ചില ആളുകൾ ഇത് x+iy എന്നൊക്കെ എഴുതുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേസിക് ഐഡിയ നല്ലോണം വേണം. അപ്പൊ ഇവിടെ ബേസിക് ഐഡിയ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2z മൈനസ് n ഡിവൈഡഡ് ബൈ 2z പ്ലസ് n ഉണ്ടല്ലോ, ഇത്
2i minus 1 divided by 1 ആണല്ലോ. ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് z ആണ് ഇമാജിനറി പാർട്ട് z നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ z എന്താന്ന് നമ്മുടെ കയ്യിൽ വേണം. നമ്മുടെ z ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. z ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ സാധനത്തില് കോമ്പണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് z ഓട്ടോമാറ്റിക്കലി കിട്ടും. അതാണ് നമുക്ക് അറിയേണ്ട കാര്യം. അപ്പൊ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കോമ്പണന്റോ ഡിവിഡന്റ് ഉണ്ടോ, എന്താണ് a by b equal to c by d ആണെങ്കിൽ a minus b divided by a plus b നെ c minus d divided by c plus d എന്ന്, അല്ലെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ. അപ്പൊ കോമ്പണന്റോ ഡിവിഡന്റോ എന്ന് പറഞ്ഞ ഐഡിയ ഇവിടെ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ എന്ത് കിട്ടും, z എന്താന്ന് നമ്മുടെ കണ്ണിന്റെ മുന്നിലേക്ക് വരും. അല്ലാണ്ട് ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാല് 2z plus n ഡിനോമിനേറ്ററിന്റെ കൂടെ ന്യൂമറേറ്റർ ആഡ് ആയിരുന്നു. അപ്പൊ 4z ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ കൂടെ ഞാൻ വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതാം, നോക്കിക്കേ. 2z plus n plus 2z minus n ഡിവൈഡഡ് ബൈ 2z plus n minus 2z minus n is equal to 1 plus 2i minus 1 divided by 1 minus 2i minus 1. Yes. അപ്പോൾ ഇതില് എന്താ സംഭവിക്കണെന്ന് നോക്കണേ. ഇവിടെ എന്താ സംഭവിക്കണെന്ന് നോക്കണേ. ന്യൂമറേറ്ററിൽ 4z ഡിനോമിനേറ്ററിൽ 2n ഇവിടെ ദിസ് ഇസ് 2i ഡിവൈഡഡ് ബൈ ഇവിടെ വരാൻ പോകുന്നത് നോക്കിക്കേ 1 മൈനസ് മൈനസ് 1 2i 2 മൈനസ് 2i ആയി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് നോക്കിക്കേ 2 ഇവിടെ 2 പോയി, ആൻഡ് ഈ 2 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടുത്തെ 2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. സോ യുവർ z is equal to n into i divided by 2 minus 2i. ഇങ്ങനെ കിട്ടി. ഒറ്റയടിക്ക് z എന്താന്ന് കിട്ടി. ഒറ്റയടിക്ക് നമുക്ക് z എന്താന്ന് കിട്ടി. z ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, you just have to equate the imaginary part to 10. അപ്പൊ ഇമാജിനറി പാർട്ട് ഓഫ് z is equal to 10 എന്നുള്ള ഐഡിയ നമ്മളിവിടെ ഉപയോഗിക്കണം. ഇമാജിനറി പാർട്ട് ഓഫ് z is equal to 10 എന്ന് പറഞ്ഞ ഐഡിയ നമ്മളിവിടെ ഉപയോഗിക്കണം. ഇമാജിനറി പാർട്ട് ഓഫ് z is equal to 10. അപ്പൊ ഇമാജിനറി പാർട്ട് ഓഫ് z കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതണം അല്ലെ. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സി ഇത് ആക്ച്വലി ഇങ്ങനെയാണ് കേട്ടോ. z എന്ന് പറഞ്ഞാൽ ആക്ച്വലി n/2 ഇൻറ്റു i ഡിവൈഡഡ് ബൈ 1 മൈനസ് i ആണ് കേട്ടോ. അപ്പൊ മുകളിലും താഴെ നമുക്ക് എന്ത് ചെയ്യാം, 1 പ്ലസ് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 1 പ്ലസ് i. അപ്പോ ഇതെന്താ, z എന്തായി, n/2 ഇൻറ്റു മുകളിൽ വരാൻ പോകുന്നത് i ഇൻറ്റു 1 പ്ലസ് i ഇൻറ്റു 1 പ്ലസ് i എന്ന് പറയുന്ന സാധനം മൈനസ് 1 പ്ലസ് i ആണ്. ഡിനോമിനേറ്റർ അത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. കാരണം 1 മൈനസ് i ഇൻറ്റു 1 പ്ലസ് i. മറക്കരുത്, എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ എന്ന് പറയുന്ന സാധനം എന്താണ്, എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ഇസ് എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ ആണ്, വിച്ച് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ എന്താണ്, 1 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ആണ്, വിച്ച് ഇസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 ആണ് വരിക, 2. അപ്പൊ ഡിനോമിനേറ്ററിൽ 2 ആണ്. സോ ദിസ് ഇസ് n/4 ഇൻറ്റു മൈനസ് 1 പ്ലസ് ഐ എന്ന് കിട്ടും. ഇനി ഇതിന്റെ ഇമാജിനറി പാർട്ട് ഓഫ് z നമുക്ക് പെട്ടെന്ന് പറയാം, എന്താ, n/4 ആണ് കിട്ടി. ഇമാജിനറി പാർട്ട് ഓഫ് z n/4ഉം റിയൽ പാർട്ട് ഓഫ് z എന്താ, മൈനസ് n/4 ആണ്. ഈ ഇമാജിനറി പാർട്ട് ഓഫ് z അവർ തന്നിരിക്കുന്ന എന്താടാ, ഇമാജിനറി പാർട്ട് ഓഫ് z അവർ തന്നിരിക്കുന്ന എന്താ, 10 എന്ന് പറഞ്ഞിരിക്കുക, 10. അപ്പോ 10 ആണ് n/4, n എന്ന് പറഞ്ഞാൽ 40. റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ നെഗറ്റീവാ, മൈനസ് 10. അപ്പൊ 40യും മൈനസ് 10ഉം ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ. 40 and minus 10 എങ്ങനെ കിട്ടിയത്, ഇത് 10 തന്നിട്ടുണ്ട്, അപ്പൊ n is equal to 40. ഇനി ഇമാജിനറി പാർട്ട് ഓഫ് z റിയൽ പാർട്ട് ഓഫ് z എന്താണ്, നെഗറ്റീവ്സ് ഓഫ് ഈച്ച് അതർ ആണ്. അപ്പൊ ഇത് 10 ആണെങ്കിൽ മറ്റേതെന്താ, മൈനസ് 10 ആണ്. റൈറ്റ്, 40യും മൈനസ് 10ഉം ആണ് അതിന്റെ റൈറ്റ് ആൻസേഴ്സ്. ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ചോദ്യമാണത്. കോംപ്ലക്സ് നമ്പറുകളെ ഇക്വേറ്റ് ചെയ്യാനുള്ള ചോദ്യം. അപ്പൊ കോംപ്ലക്സ് നമ്പറിനെ ഇക്വേറ്റ് ചെയ്യാനുള്ള ചോദ്യം പണ്ട് കാലം തൊട്ട് IIT പണ്ട് കാലത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. 2019 വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് കാണിച്ചു തരാം. മോഡുലസ് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് എന്താ ഗുണം, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് z അല്ലേടാ. z കിട്ടിയാലല്ല അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് z കിട്ടിയാലാണ് അതിന്റെ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും കിട്ടുള്ളൂ. മോഡുലസ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. യെസ്, മോഡുലസ് ഉപയോഗിച്ചാൽ അവിടെ സ്റ്റക്കായി. ഓക്കെ,
All right. യെസ്, നമുക്ക് തോന്നുന്നതല്ലല്ലോ ഉപയോഗിക്കുക, നമുക്ക് ആവശ്യമുള്ളത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ മുന്നോട്ട് പോകേണ്ട സാധനമാണ് നമ്മൾ ഉപയോഗിക്കുക. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് -2 - 1/3i whole cube is equal to x plus iy divided by 27, where x and y are real numbers, then y minus x is equal to, again കണ്ടോ, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഇക്വേറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. കണ്ടോ, ഈക്വാലിറ്റി ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്, ഈക്വാലിറ്റി ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്, ഈക്വാലിറ്റി ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്, ഈക്വാലിറ്റി ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഈക്വാലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ ഈക്വാലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുക, രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അഗെയിൻ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ LHSൽ എന്തോ സാധനത്തിന് ക്യൂബ് കാണുന്നുണ്ട്, ഫ്രാക്ഷൻ കാണുന്നുണ്ട്, നെഗറ്റീവ് കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്താണ് മെന്റലി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. മൈൻഡിൽ ഇതൊക്കെ എന്താ പറയാ, ചിലപ്പോൾ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ വിട്ടേച്ച് പോകാനുള്ള കാരണം എന്തായിരിക്കും, ക്യൂബ് ചെയ്യണം, അതിൻ്റെ ഇടയിൽ മൈനസ് കുത്തിക്കരിക്കുക, പിന്നെ അതിൽ ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ മൈൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം, മനസ്സിൽ അല്ലെങ്കിൽ പേന പേപ്പർ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ വൃത്തികേട് അങ്ങോട്ട് മാറ്റിയെടുക്കാം. ഓക്കെ, ഈ വൃത്തികേട് ആദ്യം മാറ്റിയെടുക്കാം. ഓക്കെ, ആദ്യം ആ നെഗറ്റീവ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. നമ്മൾ -2 - i/3 ഹോൾ ക്യൂബ് ആണല്ലോ, ആദ്യം മൈനസ് പുറത്തേക്ക് എടുത്തു, -1 ഹോൾ ക്യൂബ് മൈനസ്. ഓക്കെ, പിന്നെ അതെന്തായി 2 + i/3 ഹോൾ ക്യൂബായി. ഇപ്പം ഇത്തിരി കൂടി വൃത്തിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ -6 + i ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ക്യൂബ് 27 ആയി. ഇപ്പം ഇത്തിരി കൂടി വൃത്തിമേനയായി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു അവരെന്താ തന്നിരിക്കുന്നത്, x + iy ഡിവൈഡഡ് ബൈ എന്ത് തന്നിട്ടുണ്ട്, 27 തന്നിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതാരും ഇട്ടേച്ച് പോയില്ല, 27 ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമുക്ക് x + iy എന്ന് പറഞ്ഞ സാധനം -6 + i ഹോൾ ക്യൂബ് ആണെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ x + iy എന്ന് പറഞ്ഞ സാധനം -6 + i ഹോൾ ക്യൂബ്. അപ്പൊ അത് a + b ഹോൾ ക്യൂബ് ആണ്. ബൈനോമിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ a + b ഹോൾ ക്യൂബ് ഡയറക്റ്റ് ഉപയോഗിക്കാം. x ക്യൂബ് പ്ലസ് 3 × 6² × i പ്ലസ് 3 × 6 × i² പ്ലസ് i ക്യൂബ് എന്ന് കിട്ടി. റിയൽ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യാം. 6 ക്യൂബ് ഉണ്ട്, 3 × 6 × i² ഉണ്ട്, അതാണ് അതിന്റെ റിയൽ പാർട്ട് വരിക. ഇമാജിനറി പാർട്ട് ഇതും ഇക്വേറ്റ് ചെയ്യാം, ആദ്യം കമ്പൈൻ ചെയ്യാം നമുക്ക്. ഇതുവരെ ക്ലിയർ അല്ല എല്ലാവർക്കും? അപ്പോൾ 216 ഉണ്ട്, പിന്നെ 36, 108 i ഉണ്ട്, -18 ഉണ്ട്, പിന്നെ -i ഉണ്ട്. അപ്പൊ 216 - 18 എന്ന് പറയുമ്പോൾ 198 ഉണ്ട്, പിന്നെ 107 i ഉണ്ട്. അപ്പൊ -198 -107 i ആണ് x + iy. യെസ്, ഇതുവരെ എല്ലാവർക്കും കിട്ടിയില്ലേ? ഇതുവരെ എല്ലാവർക്കും കിട്ടിയില്ലേ? ജസ്റ്റ് a + b ഹോൾ ക്യൂബ് ഞാൻ ചെയ്യാണ് ചെയ്തത്. a + b ഹോൾ ക്യൂബ് ചെയ്യാണ് ചെയ്തത്. a + b ഹോൾ ക്യൂബ് ചെയ്യുവാണ് ചെയ്തത്. അപ്പൊ എക്സും കിട്ടി, വൈയും കിട്ടി, എക്സും കിട്ടി, വൈയും കിട്ടി, എക്സും കിട്ടി, വൈയും കിട്ടി, എക്സ് കിട്ടി, വൈ കിട്ടി. എക്സ് -198 -198, വൈ എന്ന് പറയുന്ന സാധനം എന്താ, -107. ഈ y - x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. y - x എന്ന് പറയുന്നത് -107 + 198, അപ്പോൾ 91 വരും. റൈറ്റ്, 91 റൈറ്റ് ആൻസർ. 91 അതിന്റെ റൈറ്റ് ആൻസർ. ഒരു ബുദ്ധിമുട്ടില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ മേ ബി NCERT ലെവലിൽ വേണമെങ്കിൽ വിളിക്കാം. 2019 ചോദിച്ച ചോദ്യം, 2019 ചോദിച്ച ചോദ്യം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. z is equal to x - iy, z raised to 1/3 is equal to p + iq,
then x by p plus y by q divided by p square plus q square is equal to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. z തന്നിട്ടുണ്ട് x minus I by z raised to 1 by 3 is p plus iq, x by p plus y by q divided by p square plus q square is equal to എന്നതാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക, ചെയ്യുക, എൻ്റെ ഒപ്പം ചെയ്താൽ മതി. z x minus I by ഉണ്ടാവും, z raised to 1 by 3 p plus iq ഉണ്ട്, x by p plus y by q divided by p square plus q square, x by p plus y by q divided by p square plus q square. അതാണ് ചോദ്യം. z raised to 1 by 3 ഇതാണ് സംഭവം. റൈറ്റ്, അത് ചെയ്യാം, നമുക്ക് ചെയ്യാം. z തന്നിരിക്കുന്നത് x മൈനസ് ഐ വൈ ആണ്. അതുപോലെ z raised to 1 by 3 തന്നിരിക്കുന്നത് p plus iq ആണ്, p plus iq. അപ്പൊ ഇതിൽ നിന്ന് z is equal to p plus iq the whole cube എന്ന് എഴുതാം. ഇവിടുന്ന് z is equal to x minus i y ആണടാ. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാലോ, അത്രേ ഉള്ളൂ ചോദ്യം. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ഇക്വേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പൊ p plus iq the whole cube എന്ന് പറഞ്ഞാല് again a plus b whole cube പറയടാ, p cube plus 3p square i cube plus 3p i square q square പിന്നെ plus i cube q cube എന്ന് കിട്ടി. So this becomes p cube പിന്നെ plus 3p square i cube പിന്നെ minus 3p q square പിന്നെ minus i q cube. അപ്പൊ ഇത് നമ്മൾ എന്തായിട്ടാണ് ഇക്വേറ്റ് ചെയ്യണത്? എക്സ് മൈനസ് ഐ വൈ ആയിട്ട് കേട്ടോ, സോറി, എക്സ് മൈനസ് ഐ വൈ, എക്സ് മൈനസ് ഐ വൈ. അപ്പൊ എക്സ് മൈനസ് ഐ വൈ എന്ന് പറയുന്നത് പി ക്യൂബ് മൈനസ് 3p q സ്ക്വയർ. റിയൽ പാർട്ടുകളെല്ലാം ഒരുമിച്ച് എഴുതി, ഞാൻ ഇമാജിനറി പാർട്ടുകളും ഒരുമിച്ച് എഴുതി, 3p സ്ക്വയർ ക്യൂ മൈനസ് q ക്യൂബ് എന്ന് എഴുതി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു പി ക്യൂബ് മൈനസ് 3p q സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ മൈനസ് വൈ ഇസ് ഈക്വൽ ടു 3p സ്ക്വയർ ക്യൂ മൈനസ് q ക്യൂബ് എന്ന് എഴുതാം. റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ഉപയോഗിച്ച ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വാലിറ്റി ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ their real parts are equal and imaginary parts are equal. ക്വസ്റ്റ്യൻ ലെവൽ z ratio 1/3 തന്നിട്ടുണ്ടായിരുന്നത്, ജസ്റ്റ് ക്യൂബ് ചെയ്തു ഇക്വേറ്റ് ചെയ്തു, സിമ്പിൾ. റൈറ്റ്, ക്യൂബ് ചെയ്തു ഇക്വേറ്റ് ചെയ്തു, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പ്രശ്നമില്ലല്ലോ. ഓക്കെ, കൂൾ കൂൾ. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, അവർ വേണ്ട സാധനം എന്താ നോക്കുക. അവർക്ക് വേണ്ടത് എക്സ് ബൈ പിയും വൈ ബൈ ക്യൂ ഒക്കെ വേണം, എക്സ് ബൈ പിയും വൈ ബൈ ക്യൂ ഒക്കെ വേണം. അപ്പൊ ഇതിൽ നിന്ന് എക്സ് ബൈ പി കണ്ടുപിടിക്കാം. എക്സ് ബൈ പി എന്ന് പറഞ്ഞ സാധനം പി സ്ക്വയർ മൈനസ് 3q സ്ക്വയർ ആണ് കിട്ടി. അതുപോലെ വൈ ബൈ ക്യൂ വേണം, വൈ ബൈ ക്യൂ. അപ്പൊ ത്രൂ ഔട്ട് മൈനസ് ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ വൈ ബൈ ക്യൂ എന്ന് പറഞ്ഞ സാധനം ക്യൂ സ്ക്വയർ മൈനസ് 3p സ്ക്വയർ എന്നും കിട്ടി. ഇനി ഇത് ആഡ് ചെയ്യാൻ വേണ്ടത് ഈ എക്സ് ബൈ പി പ്ലസ് വൈ ബൈ ക്യൂ ആഡ് ചെയ്യണം. എക്സ് ബൈ പി പ്ലസ് വൈ ബൈ ക്യൂ ആഡ് ചെയ്യുമ്പോൾ നോക്കടാ, മൈനസ് 3q സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ, അപ്പൊ മൈനസ് 2q സ്ക്വയർ, പിന്നെ പി സ്ക്വയർ മൈനസ് 3p സ്ക്വയർ, അപ്പൊ എന്താ വന്നത്? മൈനസ് 2p സ്ക്വയർ. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2 മൈനസ് ഓഫ് 2 ടൈംസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് എഴുതാം. ആഡ് ചെയ്താൽ പ്ലസ് ചെയ്താൽ മൈനസ് ഓഫ് 2 ടൈംസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ അവർ ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ചെയ്തിട്ടുണ്ട്, ആൻസർ -2 കിട്ടും. യെസ്, അൻസിക് ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കൈലാസ്, അൻസിക്. ബാക്കി ഒളിച്ചിരിക്കുന്നവരൊക്കെ ഒരു ഹായ് പറഞ്ഞേ. ഒളിച്ചു നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒളിച്ചിരുന്ന് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേ. ഒളിച്ചിരുന്ന് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞടാ. ജാടയില്ലെങ്കിൽ ഒരു ഹായ് പറഞ്ഞേ. Yes, so the answer is -2. -2 is the right answer. Okay, x by p plus y by q whole divided by p square plus q square. ആൻസർ -2 എന്ന് കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 2019 ചോദിച്ചതാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പലതവണ ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നല്ല ചോദ്യമാണ്.
Z be a complex number such that modulus of Z plus Z is equal to 3 plus I, then modulus of Z is equal to എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഈ ക്വസ്റ്റ്യൻ. യെസ്, ഹാരിസ് റഷീദ്, അമൻ അഹമ്മദ്, തീർത്ഥ, ധനുഷ. യെസ്, ഹായ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ ഒരു കോംപ്ലക്സ് ഇക്വേഷൻ തന്നിരിക്കുക. ഇതേപോലെ ഈക്വാലിറ്റിയുടെ പ്രോബ്ലം തന്നെയാണ്, പക്ഷെ എന്താ ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിരിക്കണം. മോഡ് Z പ്ലസ് Z ഈസ് 3 പ്ലസ് I എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. മോഡ് Z പ്ലസ് Z ഈസ് 3 പ്ലസ് I എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇതില് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യം എന്താ? ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന ഒരു പറഞ്ഞേടാ. ഫസ്റ്റ് ഗ്ലാൻസിൽ പറയാവുന്ന ഒരു കാര്യം എന്താ ഇതില്? ഒറ്റ നോട്ടത്തിൽ ഫസ്റ്റ് ഗ്ലാൻസിൽ പറയാവുന്ന ഒരു കാര്യം ഉണ്ട് ഇതിൽ. ഈ ഇക്വേഷൻ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ, അതായത് മോഡുലസ് ഓഫ് Z പ്ലസ് Z ഇസ് ഈക്വൽ ടു അവർ തന്നിരിക്കുന്ന എന്താ 3 പ്ലസ് I തന്നിരിക്കുക. ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന ഒരു സാധനം ഉണ്ട് ഇതില്. ഫസ്റ്റ് ഗ്ലാൻസ് ആരാ പറയാതെ? പറയാടാ? ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നോക്ക്, ഈ മോഡ് Z എന്ന് പറയുന്നത് റിയൽ അല്ലേടാ. ഇത് പ്യോർലി റിയൽ നമ്പറാ മോഡ് Z. ഇതിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ട്. ഓക്കെ, ഇവിടെ 3 പ്ലസ് I ഇതാണ് ഇമാജിനറി പാർട്ട്, ഇത് റിയൽ പാർട്ടാ. ഇനി നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, റിയൽ പാർട്ട് 3 എന്നാണോ പറയാൻ പറ്റുക? ആഹാ, റിയൽ പാർട്ട് 3 എന്നല്ലല്ലോ ഇവിടെ പറയാൻ പറ്റുക. കാരണം ഇവിടെ റിയൽ പാർട്ട് 3 നോക്കുമ്പോൾ അത് ഇവിടുന്ന് വരുന്നുണ്ടാവും കേട്ടാ. വെരി ഗുഡ്. ഇമാജിനറി പാർട്ട് 1 എന്നാണ് പറയാൻ പറ്റുക അല്ലേ? ഇമാജിനറി പാർട്ട് 1 എന്നാണ് പറയാൻ പറ്റുക. നോക്കടാ, ഇത് റിയൽ നമ്പർ ആണ്. ഇവിടെ എന്തോ റിയലിന്റെ കഷ്ണമൊക്കെ ഉണ്ട്. ആ 2 കഷ്ണം കൂടിയിട്ടാണ് 3 എന്ന് പറയാൻ പറ്റുക. എന്നാൽ ഇമാജിനറി വളരെ എളുപ്പത്തിൽ മൈൻഡിൽ പറയാടാ. കാരണം ഇതിലാകെ ഒരു ഇമാജിനറി കഷ്ണമേ ഉള്ളൂ, ഇവിടെയും ഒരു I ഉള്ളൂ അല്ലേ? അല്ല, ഇവിടെ ഇമാജിനറി ഇല്ലല്ലോ. ഇവിടെ അല്ലേ ഒരു ഇമാജിനറി ഉള്ളത്, IY അല്ലേ? അത് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി? I ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് പറയാം, ഇമാജിനറി പാർട്ട് ഓഫ് Z I ആണ്, 1 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് Z 1 ആണ്. ക്ലിയർ അല്ലേ? ഇമാജിനറി പാർട്ട് ഓഫ് Z 1 ആണ് എന്ന് പെട്ടെന്ന് പറയാം. സോ ഹിയർ Z is equal to എന്താണ്? X പ്ലസ് IY, അതായത് X പ്ലസ് I എന്ന് കിട്ടി. ഒറ്റയടിക്ക് ഇത് കിട്ടണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ എന്ത് ചെയ്യണം? Z ഈക്വൽ ടു X പ്ലസ് IY കൊടുക്കുക. അപ്പൊ റൂട്ട് ഓവർ X² പ്ലസ് Y² പ്ലസ് X പ്ലസ് IY is equal to 3 പ്ലസ് I. ഇനി കമ്പയർ റിയൽ പാർട്സ് ആൻഡ് ഇമാജിനറി പാർട്സ്. അപ്പൊ IY is equal to IA, അപ്പൊ Y is equal to 1. മനസ്സിലായോ? പക്ഷെ ഇത് പെട്ടെന്ന് കിട്ടി നമുക്ക്. Z is equal to X പ്ലസ് IY ആണ്. സോറി, X പ്ലസ് I എന്ന് എഴുതാൻ പറ്റും. Z is equal to X പ്ലസ് I എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇതല്ലാതെ വേറെ വഴിയുണ്ട്. ഒരു ഇക്വേഷൻ കൂടി ജനറേറ്റ് ചെയ്യാം. കോൺജുഗേറ്റ് എടുത്ത് ഒരു ഇക്വേഷൻ കൂടി ജനറേറ്റ് ചെയ്യാം. ആ മെത്തേഡും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് ആപ്പിൽ ഞാൻ ഇതിന്റെ സൊല്യൂഷൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്ത് ഒരു കോൺജുഗേറ്റ് എടുത്തിട്ട് ഒരു ഇക്വേഷൻ കൂടി ജനറേറ്റ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ആപ്പിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. യെസ്, ഓക്കെ, യെസ്. അപ്പൊ Z is equal to X plus IY. ക്ലിയർ അല്ലേ? Z is equal to X plus IY. ക്ലിയർ അല്ലേടാ? Z is equal to X plus IY. ക്ലിയർ അല്ലേടാ? യെസ്. ഇനി എന്താ? ഇനി നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒറിജിനൽ ഇക്വേഷൻ റൂട്ട് ഓവർ X² പ്ലസ് 1 പ്ലസ് Z എന്ന് പറഞ്ഞത് X പ്ലസ് IY is equal to 3 പ്ലസ് I ആണ്. ഓഫ് കോഴ്സ് I പോയി. I ഓൾറെഡി ഇക്വേറ്റ് ചെയ്ത സാധനമാണല്ലോ. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയല്ലേ വരിക. LHSലും RHSലും സെയിം അല്ലേ വരിക. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത സാധനമല്ലേടാ. ഇക്വേറ്റ് ചെയ്തിട്ടാണല്ലോ അങ്ങനെ എഴുതിയത്. അപ്പൊ ശരി, അപ്പൊ ബാക്കി നമുക്ക് എഴുതാം. അപ്പൊ റൂട്ട് ഓവർ X² പ്ലസ് 1 പ്ലസ് X is equal to 3 എന്ന് കിട്ടി.
റൂട്ട് ഓവർ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി നമുക്ക്. അപ്പൊ ഇതിൽ നിന്ന് റൂട്ട് ഓവർ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3 മൈനസ് എക്സ് എന്ന് കിട്ടി. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 3 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എത്ര വരുന്നടാ 9 മൈനസ് 6x പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഇതിൽ എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി പോയി. 6x ഇസ് ഈക്വൽ ടു 8, എക്സ് ഇസ് ഈക്വൽ ടു 4/3 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ നമ്മുടെ z എന്ന് പറഞ്ഞവൻ ആരാണ്? 4/3 പ്ലസ് ഐ ആണ് ഇവൻ. 4/3 പ്ലസ് ഐ ആണ് ഇവൻ. അപ്പൊ മോഡ് z എന്ന് പറഞ്ഞാൽ ആരാണ്? റൂട്ട് ഓവർ 16/9 പ്ലസ് 1 ആണ്. റൂട്ട് ഓവർ 25/9. റൂട്ട് ഓവർ 25/9 5/3 5/3. 5/3 is the right answer. 5/3 is the right answer. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ പറയ്. എവിടെ ഇരിക്കുന്ന ചേട്ടൻ വരെ പറഞ്ഞു ആൻസർ. യെസ് ഓക്കെ. അപ്പോ റൂട്ട് ഓവർ 25 ആണ് ആൻസർ. 5/3 ആണ് ആൻസർ. അതിന്റെ ആൻസർ യെസ്. അപ്പൊ അടുത്ത അതുപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ വേറെ മീൻസ് ഇക്വേറ്റ് ചെയ്യണ ടൈപ്പ് തന്നെയാണ് കേട്ടോ. a greater than 0 തന്നിരിക്കുകയാണ്. z is equal to 1 plus i the whole square divided by a minus i has magnitude root 2/5 root over 2/5 then z conjugate is equal to എന്നാണ് ചോദ്യം. z conjugate is equal to എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന z എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നോട് z കോൺജുഗേറ്റ് എന്തെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ ചെയ്യാം നമുക്കിത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം നമുക്കുള്ളൂ, ഒരുപാട് സമയമില്ല. a greater than 0 ആണ്. z ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് root 2/5 ആണ്. then z conjugate is equal to എന്നതാണ് ചോദ്യം. z conjugate is equal to എന്നതാണ് ചോദ്യം. All right. സോ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ സി കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ചെയ്തെന്ന് വെച്ചാൽ മുന്നേ പരിചയമുള്ളവർക്ക് a greater than 0 തന്നിട്ടുണ്ട്. z is equal to 1 plus i the whole square divided by a minus i. അതെ മോഡുലസ് തന്നെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. റൈറ്റ്. ഓക്കെ, ഇനി നോക്കിയാ മോഡ് z എന്ന് പറഞ്ഞാല് മോഡുലസ് ഓഫ് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. മോഡുലസ് ഓഫ് ആ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ന്യൂമറേറ്ററിൽ എന്തോ ഡിനോമിനേറ്ററിൽ എന്തോ തന്നിട്ടുണ്ട്. അപ്പൊ മറക്കരുത്, മോഡുലസ് ഓഫ് z1 by z2 എന്ന് പറയുന്നത് മോഡ് z1 by മോഡ് z2 ആണ്. മോഡുലസ് ഓഫ് z1 into z2 മോഡ് z1 into മോഡ് z2 ആണ്. അപ്പൊ ന്യൂമറേറ്ററിന്റെ മോഡുലസ് ബൈ ഡിനോമിനേറ്ററിന്റെ മോഡുലസ്. ആൻഡ് മോഡുലസ് ഓഫ് 1 plus i the whole square മോഡുലസ് ഓഫ് 1 plus i യുടെ സ്ക്വയർ ആണ്. അപ്പൊ ഇത് മോഡുലസ് ഓഫ് 1 plus i യുടെ സ്ക്വയർ ബൈ മോഡുലസ് ഓഫ് a minus i. 1 plus i യുടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് 1 plus i. മോഡുലസ് ഓഫ് 1 plus i എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആ. അപ്പൊ റൂട്ട് 2ന്റെ സ്ക്വയർ ബൈ ഇവിടെ എന്താ വരാൻ പോണേ? റൂട്ട് ഓവർ a സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇതാണ് അവരെത്ര തന്നിരിക്കുന്നത്? റൂട്ട് 2/5. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? റൂട്ട് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. റൂട്ട് ഓവർ a സ്ക്വയർ പ്ലസ് 1 is equal to ക്രോസ് മൾട്ടിപ്ലൈ ദ റൂട്ട് 10 എന്ന് കിട്ടും. a equal to പ്ലസ് ഓർ മൈനസ് 3 കിട്ടും. അതിൽ നമ്മൾ a എന്താ എടുക്കുക? 3 ആണ് എടുക്കുക. കാരണം a പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ z എന്ന് പറയുന്ന സാധനം 1 plus i the whole square divided by 3 minus i ആണ്. 1 plus i the whole square divided by 3 minus i ആണ് z. അപ്പൊ this is going to be 1 plus i the whole square കേട്ടോ. 1 square plus 2i plus i square divided by 3 minus i. 1 squareും i squareും ക്യാൻസൽ ആയി പോയി. So this is 2i divided by 3 minus i. ഇതാണ് z. ഇനി നമ്മളെടുത്ത് ചോദിച്ചിരിക്കണം എന്താണെന്നറിയോ? 3 minus i അല്ലേ? 3 minus i.
നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന Z കോൺജുഗേറ്റ് എന്താണെന്നാണ്. Z കോൺജുഗേറ്റ് എന്താണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കണേ. അപ്പൊ നമ്മൾ Z കോൺജുഗേറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? I ഉള്ളിടത്തൊക്കെ -i ആക്കണം. I ഉള്ളിടത്തൊക്കെ -i ആക്കാന്ന് പറയുമ്പോൾ എന്തായി? ഇത് -2i ആയി ഡിവൈഡഡ് ബൈ ഇവിടെ 3 + i ആയി. ഓക്കെ, ഇനി വൃത്തിമേനെ ആക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുകളിലും താഴെയും അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 - i ഡിവൈഡഡ് ബൈ 3 - i. അപ്പൊ ഇത് -2i × 3 - i ഡിവൈഡഡ് ബൈ 3² + 1². അപ്പോൾ 3² + 1² 10 ആണ്. 2 ആയിട്ട് ക്യാൻസൽ ആയിപ്പോയി. -i/5 × 3 - i. -i/5 × 3/5. അപ്പോൾ ഇതില് റിയൽ പാർട്ട് വരാൻ പോകുന്നത് -1/5 ഇമാജിനറി പാർട്ട് വരാൻ പോകുന്നത് -i/3/5. അതായത് -3/5 ആണ് ഇമാജിനറി പാർട്ട്. യെസ്, -1/5 -i/3/5. ഓക്കെ അല്ലേ? സോ മാച്ചിങ് ആൻസർ ഇതാ. മാച്ചിങ് ആൻസർ അവിടെ ഉണ്ട്. മാച്ചിങ് ആൻസർ അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ സിംപ്ലിഫിക്കേഷൻ ചെയ്തതെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർഗ്യുമെന്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. Z and omega are two non-zero complex numbers such that mod Z is equal to mod omega and argument of Z plus argument of omega is equal to pi, then Z is equal to എന്നാണ് ചോദ്യം. അപ്പൊ നോക്കടാ, ഇത് കുറേ ടൈപ്പ് ചോദ്യം ഇങ്ങനത്തെ വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അതിന്റെ മോഡുലസ് തമ്മിലുള്ള എന്തോ ഒരു അന്തർധാരയും ആർഗ്യുമെന്റ് തമ്മിലുള്ള എന്തോ ഒരു കണക്ഷനും തന്നിട്ടുണ്ടാവും. ശ്രദ്ധിക്കണേ, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ട് അത് തമ്മിലുള്ള മോഡുലസ് തമ്മിലുള്ള കണക്ഷനും ആർഗ്യുമെന്റ് തമ്മിലുള്ള കണക്ഷനും നിറയെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ ചെയ്യാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പക്ഷേ നമ്മുടെ DPPയിൽ നിറയെ ക്വസ്റ്റ്യൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കിത് ചെയ്യാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, ഈ ആർഗ്യുമെന്റ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഓയിലർ ഫോം ഉണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ. ഓയിലർ ഫോം, ഓയിലർ എന്നാണ് വായിക്കട്ടോ, യൂളർന്നൊന്നല്ല, ഓയിലർ ഫോം. നമുക്കറിയാം Z എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിനെ x + iy എന്ന് എഴുതാമല്ലോ. കാർട്ടീഷ്യൻ ഫോമിൽ അല്ലെങ്കിൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് x y അതിന്റെ ടേംസിൽ എഴുതിയിരിക്കുക. ഇതേ സാധനത്തിന് നമുക്ക് പോളാർ ഫോമിൽ എഴുതാം. എങ്ങനെ? r × cos θ + i sin θ. ഈ cos θ + i sin θ ഉണ്ടല്ലോ, അത് r × cos θ + i sin θ e⁻⁻θ എന്ന് എഴുതാൻ പറ്റും. അതിന്റെ പ്രൂഫോ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഫോമിനെ വിളിക്കുന്ന പേരാണ് ഓയിലർ ഫോം. ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 5ാമത്തെ ലെറ്റർ അല്ലേ? അല്ല, ഇ എന്ന് പറഞ്ഞത് നമുക്കറിയാം ബേസ് ഓഫ് ദ നാച്ചുറൽ ലോഗരിതം ആണ്. നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ബേസ് അല്ലെങ്കിൽ നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷന്റെ ബേസ്. ഓക്കെ, അതാണ് ഇ എന്ന് പറയുന്ന നമ്പർ. അപ്പൊ re⁻⁻θ എന്ന് എഴുതാൻ പറ്റും. cos θ + i sin θ re⁻⁻θ എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും നമുക്ക് സിംപ്ലിഫിക്കേഷൻ എളുപ്പമായിരിക്കും. എക്സ്പോണൻസിന്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നു മാത്രം. ഇത് അറിയണം കേട്ടോ. ഈ സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരിചയമുള്ളവരുണ്ടോ? ഫെമിലിയർ ആണോ? ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടുണ്ടോ? ഓൾറെഡി ഇവിടെ പഠിക്കുന്നവർക്ക് അറിയാം, അതല്ലാതെ ബാക്കിയുള്ള ആളുകളുടെ അടുത്താണ് എൻ്റെ ചോദ്യം. ഓക്കെ, എനിവേ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് Z മോഡുലസ് ഓഫ് ഒമേഗയും തന്നിട്ടുണ്ട്. ആർഗ്യുമെന്റ് ഓഫ് Z + ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ = π, then Z = എന്നാണ് ചോദ്യം. നോക്ക്, ശ്രദ്ധിക്കണേ. നമ്മൾ ഓയിലർ ഫോം എന്താ പറയുന്നത് വെച്ചാൽ എവറി കോംപ്ലക്സ് നമ്പർ Z ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് മോഡുലസ് ഓഫ് Z × e⁻i ടൈംസ് ആർഗ്യുമെന്റ് ഓഫ് Z എന്ന് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. യെസ്. ഇനി നമുക്ക് എന്താ തന്നിരിക്കണേ? സെഡും ഒമേഗയും തമ്മിലുള്ള കണക്ഷനായിട്ട് മാഗ്നിറ്റ്യൂഡിന്റെ കമ്പാരിസൺ തന്നിട്ടുണ്ട്. ആർഗ്യുമെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. എന്നിട്ട് Z തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് നോക്കണേ. Z
ഒമേഗ ആണോ, ഒമേഗ കോൺജുഗേറ്റ് ആണോ, മൈനസ് ഒമേഗ കോൺജുഗേറ്റ് ആണോ, മൈനസ് ഒമേഗ ആണോ. ഒമേഗ എന്ന് പറഞ്ഞാൽ വേറൊരു കോംപ്ലക്സ് നമ്പർ കേട്ടോ, വേറെ കോംപ്ലക്സ് നമ്പർ. സെഡ് എക്സ് വൈ എന്നൊക്കെ കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഡബ്ല്യു അല്ലെങ്കിൽ ഒമേഗ, ഡബ്ല്യുവിന് പകരം ഒമേഗ ഇതിൽ വന്നു മാത്രം, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അല്ലാണ്ട് വേറെ പ്രത്യേകത ഒന്നും അതിനില്ല കേട്ടോ. അപ്പോൾ സെഡ് ഇൻ ടേംസ് ഓഫ് ഒമേഗയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമുക്ക് മോഡുലസ് ഓഫ് സെഡ്, മോഡുലസ് ഓഫ് ഒമേഗ അത് സെയിം ആണ്, അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ് ആർഗ്യുമെന്റ് ഓഫ് സെഡ് പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ അവർ തന്നിരിക്കുന്നത് പൈ എന്നാണ്, പയ്യെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ആർഗ്യുമെന്റ് ഓഫ് സെഡിനെ ഞാൻ പൈ മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ എന്ന് എഴുതാൻ പോവാം. ദിസ് ഈസ് എ വെരി ക്രൂഷ്യൽ സ്റ്റെപ്പ്. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പോവാം. സോറി, ഇവിടെ എഴുതിയതിൽ ആർഗ്യുമെന്റ് ഓഫ് സെഡിനെ പൈ മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ എന്ന് എഴുതാൻ പോവാം. ഇതാണല്ലോ ക്രൂഷ്യൽ സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾക്ക് എന്താണ് സെഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ. സെഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ഞാൻ പറഞ്ഞു മോഡുലസ് ഓഫ് സെഡ് ഇൻറ്റു ഇ റേസ് ടു ഐ ടൈംസ് ആർഗ്യുമെന്റ് ഓഫ് സെഡ് അല്ലേ. മോഡുലസ് ഓഫ് സെഡിനെ നമുക്ക് മോഡുലസ് ഓഫ് ഒമേഗ വെച്ച് റീപ്ലേസ് ചെയ്യാം. കാരണം എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സെഡിനെ ഒമേഗ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യില്ല. ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു ആർഗ്യുമെന്റ് ഓഫ് സെഡിനെ പൈ മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ എന്ന് എഴുതാം. ഈ സ്റ്റെപ്പാണല്ലേ ക്രൂഷ്യൽ. എന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് എന്താണെന്നൊന്നും കൂടി ശ്രദ്ധിച്ച് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എഴുതാൻ കൂടി ചെയ്ത് നോക്കണം അറിയാത്തവര്. സെഡ് എന്ന് പറയുന്ന സാധനം മോഡ് സെഡ് ഇൻറ്റു ഐ ഇ റേസ് ടു ഐ ആർഗ്യുമെന്റ് ഓഫ് സെഡ് ആണ്. ഇനി നമുക്ക് ഈ കോംപ്ലക്സ് നമ്പറിനെ ഒമേഗയുടെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ മോഡ് സെഡ് ഉള്ളവർക്ക് ഞാൻ മോഡുലസ് ഓഫ് ഒമേഗ വെച്ച് റീപ്ലേസ് ചെയ്തു. ആർഗ്യുമെന്റ് ഓഫ് സെഡ് ഉള്ളവർക്ക് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗയുടെ ടേമിൽ അതിനെ റീറൈറ്റ് ചെയ്തു. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യില് സെഡ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് മോഡുലസ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു പൈ മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗയാണ്. ഓക്കെ, അപ്പൊ ഇത് മോഡുലസ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ഐ പൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ആർഗ്യുമെന്റ് ഓഫ് ഒമേഗയാണ്. യെസ്, ഇനി ഇതിൽ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിൽ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചേ. ഇ റേസ് ടു ഐ പൈ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ അല്ലേ. കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്, സൈൻ പൈ 0 ആണ്. സോ ഇ റേസ് ടു ഐ പൈ എന്ന് പറയുന്ന സാധനം -1 ആണ്. സോ ഇ റേസ് ടു ഐ പൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. ഇ റേസ് ടു ഐ പൈ പ്ലസ് 1 0 ആണ്. ഈ റിലേഷൻ എവിടെയെങ്കിലും കണ്ട ഓർത്തേക്കണേ. ഇ റേസ് ടു ഐ പൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ഇസ് കോൾഡ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇക്വേഷൻ ഇൻ മാത്തമാറ്റിക്സ്. കാരണം മാത്തമാറ്റിക്സിലെ 5 ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഏതാ, 0, 1, ഐ, പൈ, ഇ. ഇത് തമ്മിലുള്ള കണക്ഷനാണ് ഇ റേസ് ടു ഐ പൈ പ്ലസ് 1 ഈക്വൽ ടു 0. എനിവേ നമുക്ക് ഇ റേസ് ടു ഐ പൈ -1 ഉപയോഗിക്കാം. അതാണ് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ഐ ടൈംസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗയാണ്. അപ്പൊ ഒമേഗ കോൺജുഗേറ്റ് എന്തായിരിക്കും? ഒമേഗ കോൺജുഗേറ്റിൽ എന്താ സംഭവിക്കണേ? ഐ മാറി -i അല്ലേ ആവണേ. സോ ദിസ് ഇസ് മോഡുലസ് ഓഫ് ഒമേഗ ഇ റേസ് ടു -i ടൈംസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗയാണ്. ഈ കാര്യം നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്. ഇനി നോക്കടാ, ഇവിടെ മോഡുലസ് ഓഫ് ഒമേഗ നോക്കുക, ഇ റേസ് ടു -i ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ നോക്കുക. ഈ സംഭവങ്ങളുണ്ടല്ലോ, ഇതും കൂടി എടുത്താൽ അതെന്തായി മാറി? ഈ രണ്ട് സംഭവം കൂടി എടുത്താൽ ഈ രണ്ട് സംഭവം കൂടി ഒരുമിച്ചെടുത്താൽ അതെന്തായി? ഒമേഗ കോൺജുഗേറ്റ് ആയി സാധനം. ഒമേഗ കോൺജുഗേറ്റ് ആയി. ഈ നമ്പർ ഇ റേസ് ടു ഐ പൈ -1 ആയി. സോ നമ്മുടെ ആൻസർ മൈനസ് ഒമേഗ കോൺജുഗേറ്റ് ആയി മാറി. ഓക്കെ, മൈനസ് ഒമേഗ കോൺജുഗേറ്റ് ആയി. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു തവണ കൂടി ചെയ്ത് നോക്കണം. ഇത് ഇ റേസ് ടു ഐ തീറ്റ ഫോം പരിചയപ്പെടുത്താൻ കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എനിക്ക് തോന്നുന്ന സമയമായി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതേപോലത്തെ ക്വസ്റ്റ്യനുകൾ നിറയെ എന്തിലിട്ടിട്ടുണ്ട്? നമ്മുടെ DPP ഇട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് ആദ്യം ചെയ്തു നോക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ മൈനസ് ഒമേഗ കോൺജുഗേറ്റ് എന്ന് വരും കേട്ടോ.
ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് DPP ഉണ്ട്, അത് ചെയ്ത് നോക്കണം. പെട്ടെന്ന് എന്ത് ചെയ്യരുത്, അതിന്റെ സൊല്യൂഷനിലേക്ക് പോവരുത്. ആദ്യം സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ടെക്സ്റ്റ് സൊല്യൂഷനിലേക്ക് പോകാൻ പാടുള്ളൂ. അവിടെയും സ്റ്റക്ക് ആകുമ്പോഴേ വീഡിയോ സൊല്യൂഷനിലേക്ക് പോകാൻ പാടുള്ളൂ. വീഡിയോ സൊല്യൂഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് എടുത്തു നോക്കാം. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ട്രിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈസി മെത്തേഡൊക്കെ വീഡിയോ സൊല്യൂഷനിൽ ടീച്ചേഴ്സ് പറയുന്നുണ്ടാവാം. അപ്പൊ അത് പെട്ടെന്ന് ഓടിച്ച് കാണാം ഒക്കെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ആ വീഡിയോ സൊല്യൂഷനെ സ്ലൈഡെങ്കിലും എടുത്തു നോക്കാം. കാരണം ആ സ്ലൈഡിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ കണ്ടുമുട്ടാം. ഓക്കെ, അപ്പൊ അത് ചെയ്ത് നോക്കണം. ഇതിന്റെ ആൻസർ -ω കോൺജുഗേറ്റ് ആണ് വരിക. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററിൽ കാണാം. സീ യു, ബൈ ബൈ.